ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2297. ഏപ്രിൽ മാസം 15-ാം തീയതി 105-ാമത്തെ ദിവസത്തിലെത്തി. പരീശന്റെയും ചുങ്കക്കാരന്റെയും ഉപമ ക്രിസ്തുയേശു പറഞ്ഞതാണ്. രണ്ടുപേരും പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിൽ എത്തിയ ആളുകളാണ്. ദൈവത്തിന്റെ മുമ്പിൽ ഒരാൾ എപ്രകാരം നിൽക്കണമെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി തരുന്നില്ലേ? ദേവാലയത്തിന്റെ മുറ്റത്ത് പോലും കാലുകുത്താൻ ഹൃദയത്തിൽ എന്തുമാത്രം സത്യം ഉണ്ടാവണം. ഒരു നിർമ്മല ജീവിതം വേണ്ടേ? കളങ്കമില്ലാത്ത കരങ്ങൾ വേണ്ടേ? അങ്ങനെയുള്ളവനെ യോഗ്യതയുള്ളൂ എന്ന് പറയുന്ന ഒരു സങ്കീർത്തനമുണ്ട്. നമ്മൾ ആരെങ്കിലും കാര്യമായി അതിനെ പരിഗണിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഞാനൊന്ന് പരിഗണിക്കുകയാണ്. 15-ാം സങ്കീർത്തനമാണ്. ദൈവത്തോട് ചോദിക്കുകയാണ്, നിന്റെ കൂടാരത്തിൽ ആരാണ് വസിക്കുക? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആരാണ് പാർക്കുക? നിഷ്കളങ്കനായി നടക്കണമെന്നും നീതി പ്രവർത്തിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്നില്ലേ? പിന്നെ ഹൃദയപൂർവം സത്യം സംസാരിക്കണം. സത്യം മാത്രം പറഞ്ഞാൽ പോരാ, അത് ഹൃദയപൂർവമായിരിക്കണം. പിന്നെ നാവുകൊണ്ട് പരദൂഷണം പറയാതിരിക്കണം. തൻ്റെ ചങ്ങാതിക്ക് ദോഷം ചെയ്യാതെ ഇരിക്കണം. തൻ്റെ ചങ്ങാതിയെ അപമാനപ്പെടുത്താനായിട്ട്, മാനഹാനിപ്പെടുത്താനായിട്ട് ശ്രമിക്കരുത്. കുറെ ഉണ്ടല്ലേ. ഇത്രയൊക്കെ ഓർത്തെടുക്കുമ്പോൾ തന്നെ വല്ലാത്ത ഭാരം തോന്നുന്നു. യഹോവ ഭക്തനെ ബഹുമാനിക്കണം. സത്യം ചെയ്തിട്ട് എന്ത് നഷ്ടം വന്നാലും വാക്ക് മാറരുത്. അങ്ങനെ അങ്ങ് പോകുമ്പോ ഈ ചുങ്കക്കാരന്റെയും പരീശന്റെയും ഒക്കെ കഥ ക്രിസ്തുയേശു വെറുതെ പറഞ്ഞതല്ല. ഈ ഒരു സങ്കീർത്തനത്തിന്റെ ഓർമ്മപ്പെടുത്തലൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ, പണ്ടേ നമ്മുടെ ദേവാലയങ്ങളൊക്കെ പൂട്ടി താക്കോല് പള്ളിക്കിണറ്റിൽ തന്നെ എറിഞ്ഞു കളയേണ്ടി വരും. പരിശുദ്ധിയുടെ പ്രഭ കൊണ്ട് ദൈവദൂതന്മാർ എത്തിനോക്കാൻ പോലും ഭയപ്പെടുന്ന ഇടത്തിൽ വിഡ്ഢികൾ ഓടിക്കയറുമെന്ന് പറഞ്ഞയാൾ പൗലോസ് അപ്പോസ്തലനാണ്. അത് നമ്മളെ അല്ല, എന്നെ ഓർത്തിട്ടാണോ എന്ന് എനിക്കിപ്പോ ഒരു സംശയമുണ്ട്. എന്നാലും അനുതപിക്കുന്ന പാപിയെയും എളിമയുള്ള ആത്മാവിനെയും ദൈവം ഇപ്പോഴും പരിഗണിക്കുന്നുണ്ട്. ദൈവത്തിന് നിരസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവം വസിക്കുന്ന ആലയങ്ങളുടെ വാതിലുകൾ അവർക്കായിട്ട് ദൈവം എപ്പോഴും തുറന്നിടും. ആർക്കൊക്കെ? അനുതപിക്കുന്ന ഒരു പാപിക്ക് വേണ്ടി തീർച്ചയായും ദേവാലയ വാതിലുകൾ തുറന്നിടുന്നുണ്ട്. പക്ഷെ കുറെ കൂടി പ്രാർത്ഥനയില് ആ ഒരു ബോധം നിലനിർത്തണ്ടേ? പരീശനെ പോലെ നമ്മളും കാര്യമായി പ്രാർത്ഥിക്കുന്നുണ്ടാവും. പ്രാർത്ഥന പക്ഷേ ദൈവത്തിലെത്തുന്നുണ്ടോ? പരീശനെ പോലെ ശരീരം കൊണ്ട് നമ്മൾ ദേവാലയത്തിൽ എത്തുന്നുണ്ടാവും. പക്ഷെ ആത്മാവ് എവിടെയെങ്കിലും എത്തുന്നുണ്ടോ?